തിരുവഞ്ചൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ അന്വേഷണം നേരത്തെ ആരംഭിച്ചതാണെങ്കിൽ പോലും ഇപ്പോൾ ഈ അന്വേഷണത്തിൽ വീണ തൈക്കണ്ടിയെ പ്രതിയാക്കിയ ടൈമിങ്ങിൽ ഒരു അസ്വാഭാവികത ഇല്ലേ? ഏത് കാരണത്തിനകത്തും നമുക്ക് സസൂക്ഷ്മമായി നോക്കുമ്പോൾ ഇന്ന പ്രശ്നമില്ലേ എന്ന് ചോദിക്കാം. അതതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുന്ന സംശയങ്ങളാണ്. ഇവിടെ ഒരു നിയമത്തിന്റെ വഴിയെ പോകല്ലേ. ആ റൂട്ടിൽ പോകുമ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള എൻഡിലോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ തന്നെ അന്നേ കുഴപ്പമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ അന്വേഷണം സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കണം. ഒരു ഗവൺമെന്റ് അതിനെ ഒപ്പോസ് ചെയ്യുന്ന നിലപാടെടുത്താൽ നമ്മുടെ നാട്ടിലുണ്ടാകാവുന്ന പൊതുവികാരം എന്ന് പറയുന്നത് വളരെ ഗുണകരമാകില്ല. അതുകൊണ്ട് അതിൻ്റെതായ റൂട്ടിൽ പോകട്ടെ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു കാര്യം, 3 വിജിലൻസ് കോടതികളും കേരള ഹൈക്കോടതിയും തള്ളിയിട്ടുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസി വിധത്തിൽ ഈ സമയത്ത് വീണ തൈക്കണ്ടിയെ പ്രതി ചേർക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് CPIഎമ്മിന്റെ ചോദ്യം. അല്ല, ഞാൻ പറയുന്നത് അത് CPIഎമ്മിന്റെ, കാരണം CPIഎം ഡിഫൻസിൽ നിൽക്കുകയാണ്. അപ്പൊ CPIഎമ്മിന് ഒരു കേസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതിനുവേണ്ടി അവരുടേതായ പരിശ്രമം അവർ നടത്തുകയും ചെയ്യും. നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സിനകത്ത് അവർക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകുന്നുവോ എന്നുള്ള ഭയപ്പാട് അവരെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്തുനിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ മറ്റ് തന്ത്രങ്ങളൊക്കെ വിനിയോഗിക്കുകയാണ്. ആ തന്ത്രം പാർട്ടിയല്ല, ഏത് കക്ഷിയാണെങ്കിലും അവരെ നേരിട്ട് ബാധിച്ചാൽ ഇതൊക്കെ തന്നെ പറഞ്ഞു തന്നിരിക്കും. പക്ഷേ കേസല്ലേ, ആ കേസിന്റെ അവസാനത്തെ തീർപ്പ് വരുന്നതുവരെ കാത്തിരിക്കാനുള്ള സാവകാശമെങ്കിലും കാക്കണ്ടേ. അതിനുവേണ്ടി പോകട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. ആ നിലയിൽ നന്നായി മുന്നോട്ട് നീക്കട്ടെ. അതിന് നിയമപരമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിയമപരമായി തന്നെ നേരിടും എന്നാണ് മറുഭാഗത്ത് ശ്രീ ഗോവിന്ദൻ മാഷയുടെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എന്താ, നിയമത്തിന്റെ അടിസ്ഥാനത്തിലേ അവരും നീങ്ങൂ എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ കൃത്യതയോടുകൂടി പോകട്ടെ. അതില് ഒരു കേസ് കലക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നില വരുന്നത് അവർക്കും ഗുണമല്ല, ആർക്കും ഗുണമല്ല. അതിൻ്റെതായ മുറയ്ക്ക് പോകട്ടെ.